ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയ വർഷം പുതിയ വാതിൽ തുറക്കുന്നതായ ദൈവം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടുമില്ല. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചതും ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവം ഒരു വാതിൽ തുറന്നു വന്ന് നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്നുള്ളതാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നുള്ളതാണ്. ഇവിടെ വെളിപാട് പുസ്തകത്തിലൂടെ നമ്മളോട് പറയുന്ന ദൈവികമായ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ എന്നുള്ളതാണ്. ദൈവം ഒരു മനുഷ്യനെ ഉയർത്തുവാൻ വിചാരിച്ചാൽ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും തകർക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ആ വ്യക്തി ഉയർന്നു തന്നെ വരും എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നതായ സത്യമാകുന്നു എന്നുള്ളതാണ്. തിന്മയുടെ ശക്തികൾ, പൈശാചിക ശക്തികൾ, ദുഷ്ടമനുഷ്യരുടെ ആലോചനകൾ നമുക്കെതിരായി നിൽക്കുമ്പോൾ നമ്മളെ ജയത്തോടെ നടത്തുന്നത് ദൈവമാകുന്നു എന്നുള്ളതാണ്. ആ ദൈവത്തിൻ്റെ ശക്തി വലുതാണ് എന്നുള്ളതാണ്. ആ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്നുള്ളതാണ്. ആ ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. അപ്പോൾ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ പുതിയ വാതിൽ തുറന്നു വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2025 എന്ന് പറഞ്ഞ വർഷം നമ്മൾ പിന്നിട്ടു. 2026 എന്ന വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. 2025 പല തടസ്സങ്ങളും പല പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായപ്പോൾ അതിൽ നിന്നൊക്കെ കരകയറ്റി നമ്മൾ 2026 കൊണ്ടുവന്ന് നമ്മളെ നിർത്തിയിരിക്കുന്ന ദൈവം, ആ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്, ഒരു പദ്ധതിയുണ്ട് എന്നുള്ളതാണ്. ആ ദൈവത്തിൻ്റെ ഉദ്ദേശവും പദ്ധതിയും തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയിലൂടെ, വചനവായനയിലൂടെ, വചനധ്യാനത്തിലൂടെ, ആരാധനയിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ദൈവം നമ്മളെ ആഴമായി സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ദൈവത്തിന് നമ്മളെ കരുതുന്ന ദൈവമാണ് എന്നുള്ള തിരിച്ചറിവിൽ ജയത്തോടെ നമ്മളെ നടത്തുന്ന ദൈവമാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ്. ആർക്കും അടയ്ക്കാൻ പറ്റാത്തതായ ഒരു വാതിൽ ദൈവം നമുക്കായി തുറന്നു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയമുള്ള വിശ്വാസി, ദൈവവചനം നമുക്ക് ഉറപ്പ് തരുന്നത് നമുക്ക് വേണ്ടി ദൈവം വാതിൽ തുറന്നു തരും. നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഏതെല്ലാം തടസ്സങ്ങളാണെങ്കിലും, ഏതെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും, ഏതെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും അതിൻ്റെ മധ്യത്തിൽ നമ്മളെ വിടുവിക്കും എന്നുള്ളതാണ്. ക്രൈസ്തവ സഭയുടെ പരമപ്രധാനമായ നാളുകളാണല്ലോ ഈ നാളുകൾ, നോമ്പിൻ്റെ നാളുകൾ. ഉപവാസവും പ്രാർത്ഥനയും നോമ്പും നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതും നമ്മളെ വിശുദ്ധീകരിക്കുന്നതും ദൈവത്തോടടുത്ത് ജീവിക്കുന്നതിന് സഹായിക്കുന്നതും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് മുഖാന്തരമായി തീരുന്നതുമായ അനുഭവം ആകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഈ വർഷത്തെ 50 നോമ്പ് നമ്മുടെ സമർപ്പണത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും നാളുകളായി തീർന്ന് ദൈവസന്നിധിയിൽ നിന്ന് കൃപകളും കൃപാവരങ്ങളും പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷിയായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ നല്ല നിമിഷത്തിനായി അങ്ങയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ആർക്കും അടച്ചുകൂടാത്ത വാതിൽ തുറന്നു വെക്കുന്നതായ ദൈവം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ വചനം കേൾക്കുന്നതായ പ്രിയമക്കളെ സമർപ്പിക്കുന്നു.
അവരുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ ദൈവമേ അവിടുന്ന് അനുവദിച്ചു കൊടുക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവേ. ദൈവമേ, എന്തെല്ലാം പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയാലും അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ, അതിശയം പ്രവർത്തിക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവേ. ദൈവത്തിൻ്റെ ഒരു കാര്യം അസാധ്യമല്ലല്ലോ. അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവം അത്ഭുതം പ്രവർത്തിക്കണം, അതിശയം പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കും കർത്താവേ. ദൈവിക നന്മകളാൽ നിറച്ച് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കും കർത്താവേ. ഓരോ വിശ്വാസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവേ. അവർക്ക് പുതിയ വർഷം പുതിയ വാതിൽ തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവേ. ഈ വചന സന്ദേശം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കും കർത്താവേ. യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമീൻ. കർത്താവായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റുഹായുടെ സംബന്ധ സഹവാസം വാഴ്വുകളും ഈ വചനം കേട്ട എല്ലാ മക്കളോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.